നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് സൈക്കോളജി പേപ്പറിന്റെ സിലബസിൽ ഈ വിഷയം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെയും സിലബസുകളിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പലരും ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ സ്ലൈഡ് ഷെയറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000-ന് മുകളിൽ ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അത് ഇന്ത്യയിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്, പുറത്തുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിനർത്ഥം ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം എന്നതാണ്. അപ്പൊ ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ബി.എഡ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്കും സാധാരണക്കാർക്കടക്കം ഉപകരിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് വിഷയം എന്ന് നോക്കാം. വിഷയം മറ്റൊന്നുമല്ല, ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ അഥവാ സ്കൂളിൽ നിന്നുള്ള ലേണിംഗ്, പഠനം, സ്കൂളിന് പുറത്തുള്ള പഠനം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ നമ്മൾ ഫിലോസഫിയിലൊക്കെ ഇതിനെ ഫോമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ രണ്ട് ടൈപ്പ് ആക്കിയിട്ടൊക്കെ രണ്ട് തരത്തിലാക്കി തരം തിരിച്ചതിനെ കുറിച്ചുള്ള പഠനമൊക്കെ നടത്താറുണ്ട്. എന്നാൽ ആധുനിക മനഃശാസ്ത്ര വിദഗ്ധർ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മൾ സ്കൂളിൽ നിന്നും പഠിക്കുന്നുണ്ട്, പുറത്തു നിന്നും പഠിക്കുന്നുണ്ട്. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? പ്രധാനപ്പെട്ട വ്യത്യാസം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. It's always echoed in the air, the school education lacks something which we enjoy out of school learning, as school learning lacks practical intelligence and such things. Let's make a psychological exploration on this topic called learning in and out of school. സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നമ്മുടെ ചുറ്റുഭാഗത്തും പ്രതിധ്വനിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുള്ള ഒരു ചർച്ച, സ്കൂളിലുള്ള പഠനവും പുറത്തുള്ള പഠനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചുള്ള ചർച്ച. മാത്രമല്ല, പലപ്പോഴും ആളുകൾ പറയാറുള്ളത് സ്കൂളിലുള്ള പഠനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പഠനം പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലാത്തതാണ്. സ്കൂൾ പഠനത്തിൽ പ്രായോഗികതയുടെ ഒരു അഭാവം. ഈ പ്രായോഗികത പലപ്പോഴും സ്കൂളിന് പുറത്ത് നമുക്ക് ലഭിക്കാറുണ്ട് എന്നും ആ പുറത്തു നിന്നും നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ പുറത്തു നിന്നുള്ള ലേണിംഗ് നടക്കുന്ന സമയത്തിൽ ഒരു പ്രായോഗികതയുടെ ഒരു അഭാവം സ്കൂൾ ലേണിംഗിൽ ഉണ്ട് എന്ന ഒരു കാഴ്ചപ്പാടാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിശകലനം, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അനലൈസിങ് ഒന്ന് നടത്തി നോക്കാം. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ലോറൻ ബി നെറസ്നിക് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ മനഃശാസ്ത്ര
വിഭാഗത്തിലുള്ള ഒരു എക്സ്പേർട്ട് 4 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് സ്കൂൾ പഠനത്തിന്റെയും അതുപോലെ തന്നെ സ്കൂളിന് പുറത്തുള്ള പഠനത്തിന്റെയും കാര്യത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് 4 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. There are 4 differences between learning in and out of school. So ആ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. ലോറൻ ബി റസ്നിക് എന്ന് പറയുന്ന ഒരു പ്രശസ്തയായ മനഃശാസ്ത്ര വിദഗ്ധയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 4 വ്യത്യാസങ്ങൾ എന്ന് നമുക്കൊന്ന് കാണാം. ഇൻഡിവിജ്വൽ കോഗ്നീഷൻ വേഴ്സസ് ഷെയർഡ് കോഗ്നീഷൻ. അവരുടെ അഭിപ്രായത്തിൽ സ്കൂളിൽ നടക്കുന്നത് വ്യക്തിപരമായ കോഗ്നീഷനാണ്. എന്താണ് കോഗ്നീഷൻ എന്ന് ഞാൻ പറയാം. എന്നാൽ സ്കൂളിന് പുറത്ത് നടക്കുന്നത് പങ്കാളിത്ത കോഗ്നീഷനാണ്, പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള കോഗ്നീഷനാണ്. കോഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ചിന്താ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ. കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ്, ചിന്തിക്കുക എന്നാണ്, പ്രോസസ് ഓഫ് തിങ്കിങ്, അതാണ് കോഗ്നീഷൻ. സ്കൂളിൽ നടക്കുന്നത് ഇൻഡിവിജ്വൽ കോഗ്നീഷൻ ആണ്. അത് വ്യക്തിപരമായിട്ടുള്ള ചിന്തയാണ്. സാധാരണ ട്രഡീഷണൽ പരമ്പരാഗതമായിട്ടുള്ള സ്കൂൾ സിസ്റ്റത്തിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പിൽക്കാലത്ത് വൈഗോസ്കിയെ പോലുള്ള ആളുകൾ സോഷ്യൽ കൺസ്ട്രക്റ്റിസത്തെ കുറിച്ച് പറഞ്ഞു. ആ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഷെയർഡ് കോഗ്നീഷൻ എന്ന രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും തിയറിയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിൽ എപ്പോഴും നടക്കുന്നത് എന്ത് തന്നെയാണ്? ഇൻഡിവിജ്വൽ കോഗ്നീഷൻ തന്നെയാണ്. അധ്യാപകൻ പഠിപ്പിക്കുന്നു, ക്ലാസ് റൂമിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഓരോ വിദ്യാർത്ഥിയും കേൾക്കുന്നു, അതിനെക്കുറിച്ച് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ചിന്തിക്കുന്നു. എന്നാൽ സ്കൂളിന് പുറത്ത് നടക്കുന്നത് ഷെയർഡ് കോഗ്നീഷൻ ആണ്. അഥവാ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി സംസാരിച്ചിട്ടും മറ്റുള്ളവരുമായി നമ്മുടെ ചിന്തകൾ പങ്കുവെച്ചിട്ടും മറ്റുള്ളവരിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റിയിട്ടും ഒക്കെയാണ് പഠനം നടക്കുന്നത്. കാരണം അവിടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു അധ്യാപകന്റെ ആവശ്യമില്ല. അപ്പൊ BEd സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ BEd തിയറികളൊക്കെ വെച്ചിട്ട് തന്റെ മുമ്പിലേക്ക് വരുന്ന പുസ്തകങ്ങൾ വായിക്കുന്നു. ആ പുസ്തകങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി തിയറിയായി ക്ലാസ്സിൽ പറയുന്നു. ക്ലാസ്സിൽ പറയുന്ന തിയറി ഓരോ വിദ്യാർത്ഥിയും കേൾക്കുന്നു, അവൻ അതിനെക്കുറിച്ച് അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്കൂളിൽ പരസ്പരം ഷെയറിങ് നടക്കുന്നില്ലേ? ആകെ നടക്കുന്ന ഷെയറിങ് എന്ന് പറയുന്നത് എക്സാം അടുക്കുന്ന സമയത്ത് എക്സാമിൽ വരുന്ന ചോദ്യങ്ങളെ കുറിച്ചുള്ള ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ള ഷെയറിങ്ങും ചർച്ചയും അതുപോലെ തന്നെ പരസ്പരം നോട്ട് കൈമാറലൊക്കെയാണ്. അത് ചിന്തയുടെ ഷെയറിങ് അല്ല. അത് സ്കൂളിന് പുറത്ത് അങ്ങനെയല്ല. നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുന്നു, വേറൊരാളോട് ചോദിക്കുന്നു, പരസ്പരം ചർച്ച ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമുക്കൊരു ആശയം വരുന്ന സമയത്ത്, ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു സംശയം വരുമ്പോൾ അത് നമ്മൾ പ്രായോഗികമായി മറ്റുള്ളവരുമായി ഷെയർ ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമായി റസ്നിക് പറയുന്നത്. ഇൻഡിവിജ്വൽ കോഗ്നീഷൻ ആണ് സ്കൂളിൽ നടക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ചിന്ത രീതിയാണ്, ചിന്ത പ്രക്രിയയാണ്, ഭൗതിക പ്രക്രിയയാണ് നടക്കുന്നത്. എന്നാൽ പുറത്ത് നടക്കുന്നത് പങ്കാളിത്തത്തോടു കൂടിയുള്ള പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്ത പ്രവർത്തനമാണ്. ഇനി രണ്ടാമത്തെ ഒരു വ്യത്യാസം പറയുന്നത് സ്കൂളിൽ നടക്കുന്നത് പ്യുവർ മെഡിറ്റേഷൻ ആണ്. എന്നാൽ ഔട്ട് ഓഫ് സ്കൂളിന് പുറത്ത് നടക്കുന്നത് ടൂൾ മാനിപ്പുലേഷൻ ആണ്.
മെന്റേഷൻ എന്ന് പറഞ്ഞാൽ മെന്ററിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സാധാരണ സ്കൂളിൽ നിന്നും മെന്ററിങ്ങിന്റെ ഭാഗമായി മെന്റേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, കുറെ തിയറികൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആഗിരണം ചെയ്യണം. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആഗിരണം ചെയ്യുന്നു, അതിനിങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നു, കുറെ തിയറികൾ നമ്മൾ പഠിച്ചു വെക്കും. സ്കൂളിന് പുറത്ത് അതല്ല. സ്കൂളിന് പുറത്തെപ്പോഴും നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ, ഉപകരണങ്ങൾ നേരിട്ട് പ്രവർത്തിപ്പിച്ച് പഠിക്കാം. ഞാൻ വളരെ എന്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ ഉദാഹരണമായിട്ട് പറയാം. എന്റെ ജ്യേഷ്ഠനാകെ 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം. അവന്റെ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട്, കിഡ്നി മാറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കാലം മുതൽ തന്നെ അസുഖമായതുകൊണ്ട് പലപ്പോഴും ഹോസ്പിറ്റലുകളിലായതുകൊണ്ട് മിക്കവാറും വർഷങ്ങളിലൊക്കെ അവന്റെ കോഴ്സിന്റെ ഇടയിൽ വെച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫൈനൽ എക്സാം എഴുതാൻ കഴിയില്ല, വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ഒരു വർഷവും തോൽക്കാതെ നേരെ ഇങ്ങനെ പാസ്സായി 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്സിലൊക്കെ പോയി. ഹൈസ്കൂൾ ക്ലാസ് റൂമിലൊക്കെ ഈ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്നൊക്കെ ഇങ്ങനെ പഠിക്കാറുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല. കാരണം സയൻസ് 10ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി സയൻസ് വിട്ടു. പിന്നെ പ്രീ ഡിഗ്രിക്ക് സയൻസ് എടുത്തെങ്കിലും അത് വഴങ്ങാത്തത് കൊണ്ട് അതൊക്കെ നിർത്തേണ്ടി വന്ന ഒരുപാട് ചരിത്രമാണ്. ഞാൻ അതിലേക്ക് ഇങ്ങനെ കാണുകയായിരുന്നില്ല. ഏതായാലും എന്റെ ജ്യേഷ്ഠൻ ഇലക്ട്രിക്കൽ വർക്കിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ് എന്നൊക്കെ പഠിക്കുന്നു, നമുക്കൊന്നും അറിയില്ല. പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, ആറ്റം എന്താണ്, ഇലക്ട്രോൺ എന്താണ്, ന്യൂട്രോൺ എന്താണെന്നൊക്കെ അറിയാം. എന്നാൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്റെ ജ്യേഷ്ഠന് ആറ്റം എന്താണ്, ഇലക്ട്രോൺ എന്താണ്, ന്യൂട്രോൺ എന്താണ്, ന്യൂക്ലിയസ് എന്താണ്, അതൊന്നും എന്റെ ജ്യേഷ്ഠന് അറിയില്ല. പക്ഷെ അവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, അത് ന്യൂട്രലാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ ഈ വർക്കൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടി ഒരു ബൾബ്, എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു ടേബിൾ ലാമ്പ് പോലുള്ള ഒരു സാധനം, ഒരു വയറൊക്കെ കൊടുത്തുണ്ടാക്കിയ അവസാനം ഞാനത് പ്ലഗിൽ കൊടുത്തതേ ഉള്ളൂ. വീട്ടിലെ മുഴുവൻ കറണ്ടും ഫ്യൂസ് അടിച്ചു പോയി. പിന്നെ രണ്ടാമത് ഫ്യൂസ് കട്ടുണ്ടു. ഞാൻ തമാശ പറയുന്നതല്ല, ഉണ്ടായ സംഭവം. അവിടെ ടൂൾ മാനിപ്പുലേഷൻ അവരൊക്കെ പഠിച്ചിട്ടുള്ളത് വീട്ടിൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കേടുവരുമ്പോൾ, ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വർക്കുകൾ വരുമ്പോൾ വരുന്ന നാരായണേട്ടനും അതുപോലെയുള്ള ആളുകളുടെ കൂടെ നിൽക്കും. അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കും. അവർ ഓരോ ഇൻസ്ട്രുമെന്റും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നോക്കും. ഇതൊക്കെ കണ്ടിട്ടാണ് അവർ പഠിച്ചത്. This is what is happening out of school according to us. ടൂൾ മാനിപ്പുലേഷൻ ആണ് സ്കൂളിന് പുറത്ത് നടക്കുന്നത്. സ്കൂളിൽ നടക്കുന്നത് എന്താണ്? മെന്റേഷൻ ആണ്. തിയറി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കണം. അതിങ്ങനെ സിദ്ധാന്തങ്ങൾ പഠിക്കണം. ഇതും ഒരു വ്യത്യാസമായിട്ടാണ് പ്രശസ്തയായ ഈ മനഃശാസ്ത്രജ്ഞ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വ്യത്യാസമായിട്ട് അവർ പറയുന്നത് സ്കൂളിൽ സിമ്പിൾ മാനിപ്പുലേഷൻ ആണ്. എന്നാൽ സ്കൂളിന് പുറത്ത് കോണ്ടെക്സ്റ്റലൈസ്ഡ് റീസണിംഗ് ആണ്. സ്കൂളിൽ നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള ചില പ്രതീകങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഒരു മാനിപ്പുലേഷൻ ആണ് പഠിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കണം. നമ്മളതിനെ ശരിക്കും പ്രവർത്തിച്ചു പഠിക്കുന്നില്ല. പക്ഷെ സ്കൂളിന് പുറത്ത് കോണ്ടെക്സ്റ്റലൈസ്ഡ് റീസണിംഗ് ആണ്. അത് ഒരു അവസരത്തിനനുസരിച്ചുള്ള, ഒരു അവസരം വരുമ്പോൾ അവിടെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോ സ്കൂളിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പറയാം. അവിടെ ആ പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നു എന്നല്ലാതെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ഒരു യഥാർത്ഥ പ്രശ്നത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല.
ഇപ്പൊ അതൊരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതുപോലെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഭാഷയുടെ സിംബൽസ് പഠിക്കാണ്, പ്രതീകങ്ങൾ പഠിക്കാണ്. നമ്മൾ അതിന്റെ ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നൊക്കെ പറഞ്ഞ ടെൻസസ് ഒക്കെ പഠിക്കണം. നമ്മൾ നൗണ്, വെർബ് എന്നൊക്കെ പറഞ്ഞതിന്റെ പ്രതീകങ്ങൾ, സിംബലുകൾ പഠിക്കണം. എന്നിട്ട് ഞാൻ മുമ്പ് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 10-15-20 വർഷമൊക്കെ പഠിച്ചതിന് ശേഷവും ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താൻ പോലും നമുക്ക് സാധിക്കാറില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷയിൽ, ഹിന്ദി പോലെയുള്ള ഭാഷയിൽ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നു. ഇപ്പോൾ 5ാം ക്ലാസ്സിന് മുമ്പാണ് പഠിക്കുന്നത്. 10-15-20 വർഷം പഠിച്ചതിന് ശേഷവും നമുക്കതിന്റെ ഗ്രാമർ അറിയാം, നമുക്കതിന്റെ വ്യാകരണവും നിയമങ്ങളും ഒക്കെ അറിയാം. എന്നാൽ ഇതൊന്നും അറിയാത്ത ആൾക്കാർ സംസാരിക്കുന്നത് കോണ്ടെക്സ്റ്റലൈസ്ഡ് റീസണിംഗ് ആണ്. അവരൊരു അവസരത്തിനനുസരിച്ച് അവരുടെ റീസണിംഗ് പവർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പഠിച്ചെടുക്കാനുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ സമീപിക്കുന്നത്. നമ്മള് സൈക്കോളജിക്കൽ തിയറി പഠിക്കുന്നു ബി എഡിലൊക്കെ നമ്മൾ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, കുട്ടികൾ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അഡോളസൻസിൽ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിതൊക്കെ പഠിക്കുമെങ്കിലും നമ്മൾ ബി എഡ് കോഴ്സൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സ്കൂളിലെ കുട്ടികളെ ഡീൽ ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള കുട്ടികളെ, നമ്മുടെ അനുജന്മാരെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീൽ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എന്താണ് ഈ മോട്ടിവേഷൻ, എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും അറിയാത്ത നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വീട്ടിലെ പ്രായമായ ആൾക്കാർക്ക് അവര് വളരെ മനഃശാസ്ത്രപരമായിട്ട് കുട്ടികളെ ഡീൽ ചെയ്യാം. കാരണം അവരൊരു അവസരം ഉണ്ടായപ്പോൾ അത് ഡീൽ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ അവസരം ഉണ്ടായാൽ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് സാങ്കല്പികമായിട്ട് പഠിക്കണം സ്കൂളിൽ. That's what is happening there. That's the difference. സ്കൂളിൽ നമ്മൾ ഒരു അവസരം ഉണ്ടായാൽ, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായാൽ എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് നമ്മൾ പ്രതീകാത്മകമായി പഠിക്കും, സിംബോളിക് ആയിട്ട് പഠിക്കും. എന്നാൽ സ്കൂളിന് പുറത്ത് ഒരു അവസരം ഉണ്ടാകുമ്പോൾ ആ അവസരം ഡീൽ ചെയ്തിട്ട് നമ്മൾ പഠിക്കണം. ഡിഫറൻസ്. മൂന്നാമത്തെ വ്യത്യാസമായിട്ട് അവർ പറയുന്നത് ഇതാണ്. ഇനി നാലാമത്തെ വ്യത്യാസം, സ്കൂളിൽ നടക്കുന്നത് ജനറലൈസ്ഡ് ലേണിംഗ് ആണ്. എന്നാൽ സ്കൂളിന് പുറത്ത് നടക്കുന്നത് സിറ്റുവേഷൻ സ്പെസിഫിക് കോമ്പറ്റൻസീസ് ആണ്. നേരത്തെ പറഞ്ഞതിനോട് സാമ്യതയുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ ഭാഷയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ കുറെ പൊതുവായിട്ടുള്ള റൂള് പഠിക്കണം, അല്ലെ? നമ്മളിപ്പോ ഹിന്ദി ഭാഷയാണെങ്കിൽ കും എന്ന് പറഞ്ഞാൽ ആവ് എന്ന് പറയണം, തൂ എന്ന് പറഞ്ഞാൽ ആ എന്ന് പറയണം, ആപ്പ് എന്ന് പറഞ്ഞാൽ ആയി എന്ന് പറയണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളതിന്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. അവിടെ നമുക്കൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറെ റൂൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തും ആവോ ആണോ, ആയി ആണോ, ആ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ നോക്കണം. അതുപോലെ ഇംഗ്ലീഷിലൊക്കെ പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് പൊതുവായിട്ട് എന്തെങ്കിലും നിയമങ്ങളാണ്. പാസ്റ്റിന്റെ പാർട്ടിസിപ്പിൾ ആണ് വാസ് എന്നൊക്കെ പറയും. പ്രസന്റിന്റെ പാസ്റ്റിന്റെ ഓക്സിലറി വെർബാണ് വാസ് എന്നൊക്കെ നമ്മൾ പറയും. പ്രസന്റിന്റെ ഓക്സിലറി വെർബാണ് ഈസ് എന്നൊക്കെ പറയും. ഇതിങ്ങനെ പറയുമെന്നല്ലാതെ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ പറയണം നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഐ വെന്റ് എന്ന് പറഞ്ഞിട്ട് ഐ വാസ് വെന്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയും. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ അടുത്ത് ചെയ്ത കാര്യം പറയാനാണ്, ഇപ്പോൾ പ്രസന്റിൽ പരിപൂർണമായ കാര്യം പറയാനാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പഠിക്കും. ശരിക്കും പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കാം. അത് ചിലപ്പോൾ നമ്മൾ 10 വർഷം മുമ്പാണ് ചെയ്തതെങ്കിൽ പോലും, ഐ ഹാവ് വിസിറ്റഡ് മുംബൈ വൺസ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രാവശ്യം മുംബൈ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാൻ 15 വർഷം മുമ്പാണ് സന്ദർശിച്ചതെങ്കിലും ആ മലയാളത്തിൽ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അവിടെ ഹാസും ഹാവ് ഉപയോഗിക്കുന്നത് എന്നാണ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റിന്റെ ജനറൽ റൂളാണ്. ഒരിക്കലും അതൊരു സിറ്റുവേഷനിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുന്നില്ല. ഇതാണ് സ്കൂളിലും പുറത്തും
ഉള്ള പഠനത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയാം. സ്കൂളിൽ നമ്മൾ പൊതുവായ നിയമങ്ങളാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ സ്കൂളിൽ പുറത്ത് പഠിക്കുന്നത് ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് ആവശ്യമായിട്ടുള്ള കോമ്പിറ്റൻസീസ്, ആ ഒരു കഴിവ്, അതാണ് നമ്മൾ സ്കൂളിൽ പുറത്ത് പഠിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഈ വിദ്യാഭ്യാസ ചിന്തക, മനഃശാസ്ത്ര വിദഗ്ധർ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ. സ്കൂളിൽ പഠനവും സ്കൂൾ പുറത്തുള്ള പഠനവുമായി തമ്മിലുള്ള വ്യത്യാസമായി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചില അനുഭവങ്ങളും മറ്റും ഉപയോഗിച്ച്, അല്ലെ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചാണ്, സ്കൂളിൽ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ചുകൂടെ പോയിന്റുകൾ ആഡ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവമൊക്കെ വെച്ചിട്ട് കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും ആഡ് ചെയ്യാവുന്നതാണ്. കാരണം വിജ്ഞാനം എന്ന് പറയുന്നത് അതൊരു ആബ്സല്യൂട്ട് ഒന്നുമില്ല, അതിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. ഓരോരുത്തരുടെയും അനുഭവത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, കൂടുതൽ ചേർക്കാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടുതൽ ചേർത്തിട്ട് അതുകൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോറി. Schools teaches psychological theories with no use, but people acquire psychological approach from life itself. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കേന്ദ്രങ്ങൾ മാത്രമല്ല. സ്കൂൾ എന്നുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന അർത്ഥത്തിലാണ്. അത് കോളേജ് ഒരു സ്കൂളാണ്, അതിന്റെ വാക്കിനർത്ഥം അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിക്കൽ തിയറികളാണ്, മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ പിയാഷെയുടെ തിയറി പഠിക്കുന്നു, നമ്മൾ തോണ്ടേക്കിന്റെ ലോ ഓഫ് ഇൻട്രസ്റ്റും ലോ ഓഫ് റെഡിനെസ്സും ലോ ഓഫ് ഇഫക്റ്റ് ഒക്കെ പഠിക്കുന്നു. നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് അതൊക്കെ പഠിക്കുന്നു. നമ്മൾ മോട്ടിവേഷനെ കുറിച്ച് പഠിക്കുന്നു, എങ്ങനെയാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നു, റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് പഠിക്കുന്നു, ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എന്തെങ്കിലും പ്രായോഗികമാകുന്നില്ല. കാരണം നമ്മളതിന്റെ തിയറി പഠിക്കണം, സിദ്ധാന്തങ്ങൾ പഠിക്കണം, സിദ്ധാന്തങ്ങൾ കാണാതെ പഠിക്കണം. പക്ഷെ ഒരിക്കലും അത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നേടുന്ന വിജ്ഞാനങ്ങൾ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതിങ്ങനെ നമ്മൾ വലിയ സൈക്കോളജി അറിയുന്നവരാണ് ഈ ആളുകളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ വലിയ കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്നാൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, ഒരു സൈക്കോളജിക്കൽ തിയറിയും അറിയാത്ത, ഒരു മനഃശാസ്ത്ര സിദ്ധാന്തവും അറിയാത്ത നമ്മുടെ വീട്ടിലുള്ള മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ വളരെ മനോഹരമായി മനഃശാസ്ത്രപരമായി കുട്ടികളെയൊക്കെ ഡീൽ ചെയ്തത് കാണാം. അത് ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പഠിച്ച ഒരു കോളേജിലെ അധ്യാപകരുടെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം അധ്യാപകരുടെ പേര് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ മുമ്പ് പഠിച്ച ഒരു കോളേജിലെ ഒരു അധ്യാപകൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന ആളാണ്. പേഴ്സണാലിറ്റിയെ കുറിച്ച് മണിക്കൂറുകളോളം ക്ലാസ് എടുക്കും. രസകരമാണ്, ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ക്ലാസ്സാണ്, സമയം പോയത് അറിഞ്ഞിട്ടില്ല, ഇനിയും കൂടുതൽ എടുത്തിരുന്നെങ്കിലും ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആ കോളേജിലെ ഒരു ഹോസ്റ്റലിന്റെ വാർഡനായിരുന്നു അദ്ദേഹം. ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാൾക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടമായി. അപ്പൊ താൻ നേതൃത്വം വഹിക്കുന്ന, താൻ വാർഡനായി ജോലി ചെയ്യുന്ന ഒരു ഹോസ്റ്റലിലുള്ള ഒരാളെ പോലും പ്രചോദിപ്പിക്കാൻ സാധിക്കാത്ത, അവർക്ക് പ്രചോദനം നൽകാൻ സാധിക്കാത്ത, അവരുടെ ഇഷ്ടം വാങ്ങാൻ സാധിക്കാത്ത ഒരാൾക്ക് എന്ത് പേഴ്സണാലിറ്റി എന്നുള്ളത്? അതിനർത്ഥം താൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി തനിക്ക് കിട്ടിയ ട്രെയിനിങ്ങിന്റെ ഭാഗമായ കുറെ സിദ്ധാന്തങ്ങളും കഥകളും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ ഒരു പേഴ്സണാലിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ
ഒരു വലിയ പേഴ്സണാലിറ്റി ആയി നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ്. ദിസ് ഈസ് ദ ഡിഫറൻസ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ പഠിക്കുന്നു, എന്നാൽ നമ്മൾ പുറത്ത് നമ്മൾ മനഃശാസ്ത്രപരമായ സമീപനം നേരിട്ട് സ്വായത്തമാക്കണം. അക്വയേഴ്സ് എന്നാണ് പറയുന്നത്, സ്വായത്തമാക്കണം. ദിസ് ഈസ് എ ഡിഫറൻസ്. Then schools train us to solve assumed problems, while out of school participation enable us solve situational problems. നേരത്തെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നെയാണ്, നമ്മൾ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്ന ട്രെയിനിങ് ആണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്നത്. എന്നാൽ സ്കൂളിന് പുറത്ത് നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങൾ അതിൻ്റെതായ സാഹചര്യത്തിൽ പരിഹരിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. പ്രായോഗികമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠിക്കണം. അത് ഈ നമ്മൾ പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഭയങ്കര കരാട്ടയൊക്കെ പഠിച്ചിട്ട് ഒരാൾ വന്നിട്ട് ആരെങ്കിലും വന്ന് ഒരു ഫൈറ്റിങ് നടക്കുമ്പോൾ കരാട്ടയിൽ പഠിച്ച ആ പോസ്റ്ററുകളൊക്കെ സമയമെടുത്ത് ഹാഫു എന്നുള്ളതാക്കി നേരെ നിൽക്കുമ്പോഴേക്കും അപ്പുറത്ത് കരാട്ട എന്ന് പറയാത്ത 4 കല്ലെടുത്ത് എറിഞ്ഞിട്ട് അവനെന്ത് ചെയ്യും? അവൻ പോകും. തമാശയായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ കുറെ പ്രശ്നം, വരാൻ പോകുന്ന പ്രശ്നം, ഇങ്ങനെ പ്രശ്നം വന്നാൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ പ്രശ്നം വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നതുപോലെ അല്ലെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള സാങ്കല്പിക പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കണം എന്ന സിദ്ധാന്തങ്ങളാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. പുറത്തതല്ല, നേരിട്ട് പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. That is something different. Then schools hardly provide meaningful learning, while out of school learning is fully dependent upon meaningful learning. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പല തിയറികളും നമ്മൾ പഠിക്കും, പക്ഷെ അതിൻ്റെ ഒന്നും യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇത് അടച്ചാക്ഷേപിക്കുകയാണ് എന്ന് കരുതരുത്. അപൂർവം ചില ആളുകൾ തങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ നമ്മൾ 90% എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് കുറെ പഠിക്കുകയാണ്, കാണാപ്പാടം പഠിക്കുന്നവർ പഠിക്കുകയാണ്. നമുക്ക് മനസ്സിലാകില്ല, പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാറില്ല, മനസ്സിലാകാറില്ല. നമ്മളതിന്റെ അത് മനസ്സിലാക്കി പഠിക്കുന്നതിന് പകരം പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് പലപ്പോഴും പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൽ 1ാം റാങ്ക് നേടിയ ഒരു കുട്ടിയോട് റിസർച്ച് ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ച അധ്യാപകനുണ്ട്. എനിക്കത് സ്റ്റാറ്റിസ്റ്റിക്സിൽ 1ാം റാങ്ക് കിട്ടി എന്നല്ലാതെ റിസർച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. മാർക്ക് വാങ്ങുക എന്നുള്ളത് വലിയ ഒരു കാര്യമല്ല, എന്നാൽ മാർക്ക് വാങ്ങിച്ചവരെ ഞാൻ ഇകഴ്ത്തുന്നതല്ല. മാർക്ക് പലപ്പോഴും നമുക്ക് ബൈഹാർട്ട് ചെയ്തിട്ടൊക്കെ വാങ്ങാം, സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്തിട്ടൊക്കെ വാങ്ങാം. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത്. പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് നടക്കാറില്ല. എന്നാൽ പുറത്തങ്ങനെയല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നമ്മൾ കേരളത്തിൽ പഠിക്കാറുള്ളത്. അത് ഒരു വ്യത്യാസം തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ പഠിച്ചിട്ടൊരു കാര്യമില്ല. കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയുമാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇത്രയും സമയം ഈ ക്ലാസ് കേട്ട നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്
ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.